ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ എങ്ങനെ ഭംഗിയിൽ പോകണമെന്ന് വെച്ചാൽ ആപ്പാൻ്റെ കൂടെ ഇന്ന് പരിപാടിയാണ് കേട്ടോ. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സുവർണ്ണ നിമിഷമാണ് ഇപ്പോൾ എത്തിയത്. ആപ്പാൻ്റെ മോനാണ് അനിയുടെ വൈഫിനെന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മളൊക്കെ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു വിശേഷം ഉണ്ടാവാൻ. മാഷാ അല്ലാഹ് വിശേഷം ഉണ്ടായി. അപ്പം ഇന്ന് കൂട്ടിക്കൊണ്ടുപോകലാണ്. എല്ലാവരുടെ പ്രാർത്ഥനയിലും ഇത് ഉൾപ്പെടുത്തണം. ഇവിടെ ഒരു ചിരി മത്സരം തോന്നുന്നു. അനില മോള് ചിരിക്കുന്നുണ്ട്, കുഞ്ഞാമ്മ ചിരിക്കുന്നുണ്ട്, കുടുംബങ്ങളൊക്കെ ഒത്തുകൂടിക്കണം. ഇതാണ് സനി ആദില മോളും. ഇന്നത്തെ എൻ്റെ താരം ഇവരായിരിക്കും. ഇവരുടെ അമ്മനെ കാണാമല്ലോ കേട്ടോ. എന്തായാലും ശരി, ഇതാണ് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ താരം ഇതാണ് കേട്ടോ. അതാ കണ്ണട മുഖം പൊത്തിക്കണുണ്ടോ, ഇതാണ് ഷേലാനെയാണ് ഇന്ന് കൂട്ടിക്കൊണ്ടുപോണത്. അതിൻ്റെ പരിപാടിയുണ്ട് ഇവിടെ നിന്ന്, കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങ്. അപ്പോൾ കുടുംബത്തിനെ മൊത്തം കുഞ്ഞാമ്മി ആപ്പിൻ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. കാരണം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും കൂടി ആടുക. ഇതാണ് അനി. ശരിക്കും പറഞ്ഞാൽ താരം ഇവനല്ലേ. ഞാൻ അതാണ് താരം ഇതാണ് താരം എന്നിട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ താരം അനിയാണ്. അനിനെ കാണാനേ കിട്ടൂല. അനിയെന്ന് വെച്ചാൽ കുറേ കാലം കാനഡയിലായിരുന്നു. ആരാത്. പിന്നെ ഇതാ മോൻ്റെ അനിയത്തി. ഇതൊക്കെ മോൻ്റെ ഓരോരോ കുടുംബങ്ങളാണ് കേട്ടോ. ഇപ്പോൾ പേരെടുത്ത് പെട്ടെന്നൊന്നും പറയാൻ എനിക്ക് പറ്റണില്ല. സനമോള് പറയണ്ട അൺഎക്സ്പെക്റ്റഡ് ആക്കുമെന്ന് ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, അമ്പ്രാക്കൊക്കെ നല്ല സജീവമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവൻ തന്നെയാണോ അത് കുടിക്കണേന്ന് എനിക്ക് ഡൗട്ട് ഇല്ല. കാരണം വരുന്നവർക്കൊക്കെ ഇവനാണ് ഇത് കൊടുക്കണത്. കൊടുക്കുമ്പോഴും ഓരോ ഗ്ലാസ്സൊന്നുമല്ല, അവന് ഒരു ഗ്ലാസ് അവന് കുടിച്ചിട്ടുണ്ടാകും. ബാക്കിയാണ് അവന് ബാക്കിയുള്ളവർക്ക് കൊടുക്കണേന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഇത് കാണുമ്പോൾ എന്തായാലും ശരി, എനിക്കുള്ള മറുപടിയൊക്കെ കമൻറ്റിൽ കൂടെ വന്നോളും. ഓക്കെ, ഇതൊക്കെ മോൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മക്കളും കുടുംബങ്ങളൊക്കെ വന്നു. അപ്പോഴേക്കിനും അങ്ങനെയല്ല, ഒരാളെ പരിചയപ്പെടുത്തുമ്പോഴേക്കിനും അടുത്ത ആളെത്തി. മൻസൂറും ഭാര്യയും കുട്ടിയും എത്തി. കുഞ്ഞാമ്മ എന്നെ ചീത്തറിയായിരുന്നു, ഇത് യൂട്യൂബിൽ വന്നാൽ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞാമ്മ കാണരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. ഉമ്മ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഹന്നമോള് പ്രസവിച്ച് നീച്ചിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരുന്ന ആദ്യത്തെ പരിപാടിയാണ് തോന്നുന്നു കേട്ടോ ഈ ആപ്പാടത്തെ പരിപാടി. എന്തായാലും ശരി, എല്ലാവരെയും കാണാൻ പറ്റി. അതാണ് ഈ പരിപാടിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം. ഞാനിത് മേലെ നിന്ന് താഴത്ത് നിന്ന് എടുക്കുന്ന വീഡിയോ കേട്ടോ. മേലെ പോയിട്ട് കണ്ടല്ലോ താഴത്തെ അംഗങ്ങൾ. സെലിമോനെ ഞാനിപ്പോഴാണ് കാണുന്നത്. ഓന് കോഴിക്കോട് നിന്ന് എത്തിയിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് ആപ്പാടെ അവിടേക്ക് വന്നത്. ഇതാണ് ചിന്ന പറയുന്നുണ്ട്. ചിന്നനെ ഞാൻ പറഞ്ഞിരുന്നു കുഞ്ഞമ്മ ചിന്ന എവിടെയെന്ന്. ചിന്നയെ കണ്ടിരുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ ക്യാമറ ഫുള്ളും ചിന്നയായിരിക്കും തോന്നുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കുക പറഞ്ഞു. ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. സീന് പിന്നെ പഴയ ഫ്രണ്ടിനെ കിട്ടിയതുകൊണ്ട് മറന്നിരിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഞാൻ പറഞ്ഞു ഇവരോട് ഞാൻ ക്യാമറ ഉണ്ടാ വരുന്നതെന്ന്. ചിലരൊക്കെ സഹകരിച്ച്, ചിലരൊക്കെ മുഖം പൊത്തി. അത് കണ്ട് തിരിഞ്ഞ് നിൽക്കണു. വീണ്ടും ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിന്നനെ എടുത്തിട്ടോ. ചിന്ന കുട്ടിക്ക് അവിടെ കൂള് വരകയായിരുന്നു. പിന്നെ ഇവിടെ തന്നെ വന്നു. ഞാൻ പറഞ്ഞു എന്നിട്ട് അമ്പ്രക്ക് വയറ് ഇത്ര എന്താ പറയുക ഇങ്ങനെ ആയല്ലോ പറയണ്ട, വെള്ളം ഇങ്ങനെ കുടിച്ചിട്ടാണെന്ന്. അതിൻ്റെ ഇടയിൽ ഇവരൊക്കെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഐസ്ക്രീം അടി ആയിട്ടോ. ഇതുണ്ടോ അമ്പ്രാക്കുവിൻ്റെ മൂത്ത കുട്ടിയാണത്. അമ്പ്രാക്കോ എന്ന് ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ടോ. ഓനെ എപ്പോഴാണ് വന്ന് ഇന്നെ തല്ലാന്ന് അറിയില്ല. എൻ്റെ താഴേൻ്റെ എത്രയോ താഴെയാണ് അവന്. എൻ്റെ അനിയനാണ് അവന്. പക്ഷേ ഞാൻ സ്നേഹം കൊണ്ട് അമ്പ്രാക്കൂന്നേ വിളിക്കുള്ളൂ. ഇപ്പം അതിൻ്റെ ഇടയിൽ എന്നെ ഒന്ന് ചീത്തറിഞ്ഞു. ഇടുക്കടി ഇന്നേന്ന് പറഞ്ഞിട്ട് അത്രയും ആൾക്കാരെ ഇടയിൽ നിന്ന് ഇപ്പം എന്നെ ചീത്തറിഞ്ഞത്. അപ്പം ഞാൻ വേഗം പോയിട്ട് ഇപ്പാനെ എടുക്കുമായിരുന്നു. ഇപ്പാൻ്റെ കൂടെ സെലി ഉണ്ടായതുകൊണ്ട് വല്ലാതെ ഒന്നും ഇപ്പം എന്നെ ചീത്ത പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു അടുത്തെത്തി. ഫുഡ് അടി എങ്ങനെയുണ്ട് ഫുഡ്? അതാ ഞങ്ങളുടെ ടേബിൾ എന്ന് പറയുന്നത്. ടേബിളിൽ ഒരു റൈസേ എത്തിയിട്ടുള്ളൂ. 2 റൈസ് ഉണ്ട്. വേർ ഈസ് മറ്റേ റൈസ്? അയ്യോ അതെവിടെ സത്യത്തിൽ? ഒന്ന് ബിരിയാണിയും ഒന്ന് എന്താ പറയുക സുർബേനിയും, ചിക്കൻ സുർബേനി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് എത്തിയിട്ടോ, ബിരിയാണിയും സുർബേനി എത്തിയിട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഫുഡ് കഴിക്കണോടത്ത് നസീമത്ത പാലക്കാട് നിന്നല്ലേ, അവളെ പട്ടുസാരി കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ആപ്പാൻ്റെ കൂടെ നിന്നിരുന്നു. അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ അവിടെ ഐസ്ക്രീമും കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ താരതാണെന്ന്. അനി കാനഡയിലായിരുന്നു. ഇപ്പോഴും അനിക്ക് ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടി ആന്ധ്രയിൽ. അനി ശാസ്ത്രജ്ഞനാ. പിന്നെ ഇതിപ്പോൾ ഉംറ കഴിഞ്ഞ് വന്നിക്കുകയാണ്. ഇതിൻ്റെ മോളാണ് ഇരിക്കണത് കേട്ടോ. എൻ്റെ പേരെന്നെ ഇപ്പോൾ ഓളെയും വിളിച്ചു സാബ്രമുത്താത്ത പെണ്ണൂന്ന്. ഞാനൊരു പെണ്ണുണ്ടാവുമ്പോൾ പിന്നെ എന്നെ വിളിച്ചത് ഗഫൂർ അയ്യോ എന്നൊക്കെ പറയണ്ട. പക്ഷേ ഞാൻ എടുക്കുന്ന ഗഫൂറിനെ അറിയാം. എന്നാലും ഞാൻ ഗഫൂർ അയ്യോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം ഇവിടേക്ക് ഓടി വന്നപ്പോഴത്തേക്കും ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ.
എന്ത് സാലഡുകളൊക്കെ കഴിഞ്ഞു. വേഗം ഐസ്ക്രീം എടുത്തു വിത്ത് ഗുലാബ് ജാം. മാഷാ അല്ലാ, ഒന്നും പറയാനില്ല, കാരണം രണ്ടും നല്ല മധുരമാണ്. അപ്പോൾ പിന്നെ ഈ പരിപാടി പോലെ തന്നെ ഇന്നത്തെ ഇതിൻ്റെ പോലെ തന്നെ ഇന്നത്തെ പരിപാടി നല്ല മധുരമാണ് കേട്ടോ. പിന്നെ എനിക്ക് എത്ര പറഞ്ഞാലും വാക്കുകൾ മതിയാവില്ല, കാരണം കുഞ്ഞാമ്മയുടെ ആപ്പാടി പരിപാടി പറയുമ്പോഴേ കുടുംബങ്ങൾ മൊത്തം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരും പറയും എന്ത് എപ്പോഴും ഇങ്ങനെ വിളിക്കാൻ തോന്നണേന്ന്. ഞാൻ ഇവരോട് ഇതുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അല്ല അതിനെ കഴിച്ചിരുന്നോ. മഹമ്മദും ഗമ്മയും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. മോളെ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ മതിയാക്കിക്കോ, അവിടെ അതിനേക്കാളും വലുതാണ്. ഐസ്ക്രീമൊക്കെ അപ്പം തീരും, സാലഡൊക്കെ കഴിഞ്ഞു എന്ന്. അപ്പോഴേക്കിനും അവർ വേഗം ഫുഡൊക്കെ നിർത്തി പോന്നു. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ചായകൾ കളവിളകിന് തളക്കുന്നുണ്ട്. എന്തായാലും ശരി, എല്ലാ ചായയും ഞാനൊന്ന് ടേസ്റ്റ് നോക്കിട്ടോ. അപ്പോഴത്തെ ഞാൻ ചായ കുടിക്കുമ്പോൾ അവിടെ ദുആ തുടങ്ങി. ഷെഹലാക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ. അപ്പം ഞാൻ വേഗം ഒരു കയ്യിൽ ചായയും ഒരു കയ്യിൽ മൊബൈലും എങ്ങനെ ദുആ ചെയ്യും. എന്തായാലും ശരി, ചായ അവിടെ വെച്ചിട്ട് മൊബൈൽ ഓണാക്കിയിട്ട് ഞാൻ ദുആ ഇങ്ങനെ കയ്യൊക്കെ ആമയും പിടിച്ച് നിന്നു കേട്ടോ. ഇവിടെ ദുആ ചെയ്യണം എല്ലാവരും. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണ് ഇടക്കിടക്ക് ചായയുടെ അവിടേക്ക് പോകുന്നുണ്ട്. ചായ ഇപ്പം തീരുമെന്ന് ആമയും പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് നോക്കി, എല്ലാവരും ദുആ കഴിഞ്ഞ് പോവൂ അതോ ചായയുടെ അടുത്ത് നിൽക്കുമോ, ഭയങ്കര ഡൗട്ടിലാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ ഈ നസീം താത്താൻ്റെ പട്ടുസാരിൻ്റെ ക്യാമറ മറച്ചും കൊണ്ട് കേട്ടോ. സോനുട്ടി എത്തി. ഷക്കീർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഷക്കീറിനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവരൊക്കെ മുഖം പൊത്തി നിൽക്കുകയാണ്. സത്യത്തിൽ ഇവർ എടുക്കാൻ വേണ്ടിയിട്ടില്ല മുഖം പൊത്തി നിൽക്കുന്നത്. ഞാൻ എടുക്കൂല അവർ. അങ്ങനെ മാഷാ അല്ലാ ഷൈല ഇറങ്ങുക കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഷൈല ഇപ്പോൾ പൊട്ടി കരയുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച അതൊന്നും ഉണ്ടായില്ല. ഷൈല പുഞ്ചിരിയോടെ ഇറങ്ങണം. അതിൻ്റെ ഇടയിൽ ഷക്കീറിനെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടോ. ഷൈല യാത്ര പറഞ്ഞ് ആപ്പ നോക്കുന്നുണ്ട്, കാലത്തപ്പ നോക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റാത്ത ഒരാളെ അസാപ്പയും കേട്ടോ. അസാപ്പാനെ എനിക്ക് നേരെ എടുക്കാൻ പറ്റിയിട്ടില്ല. കുഞ്ഞാമ്മയും ചിന്നക്കതാ ചിരിച്ച് യാത്ര പറയുന്നുണ്ട്. ഞാനൊക്കെ പ്രസവത്തിനിറങ്ങുമ്പോൾ പൊട്ടിക്കരയുന്നു. അത് എന്തിനാണ് ഞാനന്ന് കരഞ്ഞതെന്ന് എനിക്കിപ്പോഴും ഐ ഡോണ്ട് നോ, അറിയില്ല. വീട്ടിലേക്ക് എത്താന്നുള്ള സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തേക്ക് ഇത് ചിരിച്ചു പോകുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലത് സത്യം പറഞ്ഞാൽ. ചിരിച്ചു പോവുക, അതന്നെ. ടാറ്റ കാണിക്കുക ഷൈല എന്നോട്. ഇനി എങ്ങനെ ഈ നസീം താത്താൻ്റെ പട്ടുസാരിൻ്റെ ക്യാമറ ഇനിയും മറിച്ചുകൊണ്ട് ഓക്കെ ഷൈല, പോയിട്ട് വാ. ഞാൻ യാത്ര നൽകിയിട്ടുണ്ട്. അസാപ്പാന് ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഏറ്റവും ബഹുമാനം കൊടുക്കണം, അതായത് ഭയങ്കര പേടി എന്നൊക്കെ പറയൂലേ, ആപ്പാരിൽ ഏറ്റവും എനിക്ക് ബഹുമാനം ഭയമുള്ള ഒരാപ്പുണ്ടെങ്കിൽ അത് അസാപ്പയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുന്നിൽ നിന്ന് നേരെ എടുക്കാൻ പോലും ഭയമാണ് ആപ്പാന്. എനിക്ക് അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് മറ്റുള്ള ആപ്പാരോടൊന്നും റെസ്പെക്റ്റ് ഇല്ലേന്നല്ല കേട്ടോ. അല്ലാഹുവേ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പിന്നെ എല്ലാവരും യാത്ര പറയുകയാണ്. എല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഷക്കീറും ആപ്പയൊക്കെ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട്, ഈ നസീം താത്താൻ്റെ പട്ടുസാരി എന്താ പറയുക, എൻ്റെ ക്യാമറ ഫുള്ള് ഇന്നിപ്പോൾ ഓളുടെ പട്ടുസാരി ആയിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അനിലമോളതാ മൂക്കൊക്കെ തുടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അനിലമോളാണോ ആത്മാർത്ഥമായിട്ട് കരഞ്ഞത്? പക്ഷേ ബാക്കി എല്ലാവരും ചിരിക്കണേ ഞാൻ കണ്ടത്. ഞാൻ വീണ്ടും നമ്മുടെ താരായ ഈ ഗ്രേപ്പ് ടീൻ്റെ അവിടേക്ക് എത്തി. എനിക്ക് എത്ര കുടിച്ചിട്ടും ഭയങ്കര ഒരു എനർജി, കാരണം ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു എനർജി കിട്ടണ്ടേ. അതുകൊണ്ടല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ചായ കേട്ടോ. അത് പറയണേനെ ഞാനിപ്പോൾ ഈ എനർജിയൊക്കെ പറയണത്. എൻ്റെ കണ്ടതുകൊണ്ട് സേഫിയ കുഞ്ഞാമ്മ, സാബറൻ താത്ത, റീന മോള്, സോനുട്ടി, അങ്ങനെ എല്ലാവരും ഇതാ വരുന്നു. എന്തായാലും ശരി, ഇതൊക്കെ കഴിയണ്ടേ. അതിൻ്റെ ഇടയിൽ വീഴാൻ പോയിട്ടാണെങ്കിലും ചാടിപ്പടഞ്ഞ് വരുന്നുണ്ട് ചായ കണ്ടിട്ട്. കുട്ടീസുകൾ എന്തായാലും ഐസ്ക്രീമൊക്കെ തീർത്തു കേട്ടോ. പിന്നെ അയ്യോ, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കൊന്നും വേണ്ട, എല്ലാവരും കണ്ടുകൂടി ഈ കഴിക്കണത്. വെറുതെ കുട്ടികളെ കൈ കൊടുത്തിക്കണം. ഇതുവരെ ഈ തള്ളന്നെ ഇരുന്ന് കഴിച്ചിരുന്നത്. മഹമ്മദ് വന്നപ്പോൾ അവൻ്റെ കൈ കൊടുത്തു എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ താരം ഇന്ന് ഫുഡ് കംപ്ലീറ്റ് ഫുഡിൻ്റെയും ഇത് ആയതുകൊണ്ട് നമുക്ക് സെലിക്കാക്ക കൊടുക്കാം ഫുൾ മാർക്ക്. അപ്പോൾ സെലിക്കാക്ക സെലിമോനോട് പറയുന്നുണ്ട്, ഞാൻ കൃതാർത്ഥനായിന്ന്. എൻ്റെ കാര്യം എന്ന് ചോദിച്ചു. കാരണം ആ കംപ്ലീറ്റ് അതുണ്ടോ കഴിഞ്ഞിക്കണു. ഓൻ്റെ പരിപാടിക്ക് ആദ്യമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ തീരണത് എന്ന്. ശരിക്കും ആക്രാന്തം മൂത്ത് എല്ലാവരും എടുത്ത് കഴിച്ചിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ വന്നപ്പോഴേക്കിനും അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാനും അത് കഴിക്കാതിരുന്നു. എന്തായാലും ശരി, ഷെക്കിനെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടോ. ഓനറിയാത്ത മാതിരി അങ്ങോട്ട് ഒഴിഞ്ഞു പോവുമായിരുന്നു. അങ്ങനെ ഒഴിഞ്ഞു പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടി, ഗഫൂറിനെ കിട്ടി, പക്ഷേ ഷെക്കിനെ കിട്ടിയിരുന്നില്ലാന്നോ. ഈ ലാസ്റ്റ് ആണെങ്കിൽ ശരി, ഷെക്കിനെ ശരിക്കും എനിക്ക് കിട്ടി എടുക്കാൻ.
അത് കഴിഞ്ഞതാ മൂൻ്റെ കുടുംബങ്ങളൊക്കെ പരസ്പരം വൈകി വന്ന വസന്തം ഇതാ മോൾക്ക് ഇന്ന് കല്യാണം ഉണ്ടായിരുന്നു. പക്ഷേ മോള് വൈകിട്ടാണെങ്കിലും മോൾ എത്തിയിട്ടോ. മോളെത്തിക്കണു. അത് ശരി, മോളിനി എല്ലാവരോടും കുശലം പറയട്ടെ. മോൾക്ക് ചായയെങ്കിൽ ചായ. സെലിനാത്ത അയ്യോ പറഞ്ഞിട്ട് അപ്പുറം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. സെലിനാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ക്യാമറയിൽ പതിഞ്ഞത് സോറി. പിന്നെ ഇതാ കുഞ്ഞാപ്പിയും പേരക്കുട്ടികളും കളിക്കണു. നദിനിയും പറയും പോലെ നദിനി എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. ചിന്നി അനിൽ നദിയൊക്കെ ഭയങ്കര ഡിസ്കസിലാണ്. അതിനിപ്പോൾ ശൈലക്ക് അറിയാത്തതുകൊണ്ടാണോ ഇവർക്ക് അറിയാത്തതുകൊണ്ടാണോ പറയണമെന്നൊന്നും എനിക്കറിയാം. കാരണം ഞാൻ ക്യാമറയുടെ അങ്ങോട്ട് ചെന്നാൽ ഇവർ ചിന്നിച്ചെതിര് പോവും. അത് കാരണം ഞാൻ അവിടെ ദൂരെ നിന്നിട്ടാണ് ഇപ്പോൾ ഈ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കണ്ടോ മയമാലി, ഞാൻ ഈ കുട്ടികൾക്ക് ഇട്ട പേരാണ് കേട്ടോ. ഒന്ന് മയമത് ഒന്ന് മയമാലി. കുട്ടികൾ എൻ്റെ എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ബാക്കി കുട്ടികൾ എന്നെ തെറി വിളിച്ചാലും ചോദിച്ചാൽ ഞാൻ പോവും. ഈ പട്ടുസാരിനെ കൊണ്ട് ഞാൻ തോറ്റു. കാരണം ഞാൻ എപ്പോൾ ക്യാമറ പിടിച്ചാലും ഈ പട്ടുസാരി ആയിരിക്കും എൻ്റെ മുന്നിൽ. നസീംത്ത അവൾ പാലക്കാട് നിന്നാണ് വരുന്നത് കേട്ടോ. മൂൻ്റെ ഏടത്തിൻ്റെ മോളാണിത്. ഇത് സീൻത്ത, അവളും പാലക്കാട് നിന്നാണ് വരുന്നത്. അങ്ങനെ രണ്ടാളും ഒരുമിച്ചാണ് ഇനി തിരിച്ചു പോണത്. അപ്പോൾ അതിൻ്റെ ചർച്ചയിലാണ് അവർ. കാരണം സീൻത്താൻ്റെ ബാഗ് മൂൻ്റെ വീട്ടിൽ വെച്ചിരിക്കണത് കേട്ടോ. പിന്നെ കുഞ്ഞാമാരും സാബറും താത്തയും ഒക്കെ അങ്ങനെ ഇരിക്കണ്ട. അപ്പം മോളോട് കുശലം പറയുന്നുണ്ട്. അമ്പ്രാക്ക് പറയുന്നുണ്ട് ചായ വേണമെങ്കിൽ കുടിച്ചോന്ന്. മോൾ ഐസ്ക്രീം കഴിഞ്ഞുകൊണ്ട് മോൾ തെറ്റിയിട്ട് എനിക്ക് ചായ വേണ്ടാന്ന് പറയുന്നുണ്ട്. നദാലിയ കണ്ടില്ലേ ആപ്പാൻ്റെ മരുമോളാണ്. അതിൻ്റെ ഇടയിൽ സെലിമോൻ സാബറും താത്താൻ്റെ കണ്ണ് പൊത്തി കളിക്കാണ്. സെലിമോൻ്റെ തല തൊട്ടൊരു സാബറും താത്ത പറയണേ കുഞ്ഞാപ്പാന്ന്. അത് പറഞ്ഞോടുകൂടെ സെലിമോന് സാബറും താത്താൻ്റെ കണ്ണ് പൊത്തിയത് എടുത്തിട്ടോ. അത് ശരി, സെലിമോനെ കുഞ്ഞാപ്പയാക്കിയോ തലയിൽ മുടിയില്ല വിചാരിച്ചിട്ട്. ഓഹോ ആദിലമോളും സനമോളും ചിന്നിയും നോക്കിയാൽ ശരിക്ക് ഒരു ഫ്രണ്ട്സുകൾ നടക്കണ പോലെയല്ലേ. മാഷാ അല്ലാ, കണ്ണു വെക്കരുതേ. എന്തായാലും ശരി, പരിപാടി സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ എന്നല്ല, സൂപ്പർ ഡ്യൂപ്പറായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണേ. എന്താ അറിയോ, ശൈലമോള് എന്താ പറയുക, മാസവും ദിവസമൊക്കെ കറക്റ്റായിട്ട് സുഖപ്രസവമാവണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യണ്ടു, ലൈക്ക് ചെയ്യണ്ടു, ഷെയർ ചെയ്യണ്ടു. കാരണം ഈ വീഡിയോ കഴിഞ്ഞ് ഞാൻ പറയാൻ മറന്നാലും ഞാനേ ശരിക്കും പ്രാർത്ഥിക്കണം. എന്താ അറിയാം, പഠിച്ചവനെ ആപ്പാക്ക് ഇനി ഞങ്ങളെ വിളിക്കാനുള്ള സാമ്പത്തികം കൊടുക്കണേന്ന്. എന്നാലല്ലേ എല്ലാ കുടുംബങ്ങളെയും കാണാൻ പറ്റുള്ളൂ. ആപ്പാക്കും മക്കൾക്കും എല്ലാവർക്കും ദീർഘായുസ്സും സമ്പത്തും ആരോഗ്യമൊക്കെ നൽകണേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ഹന്നയുടെ കുട്ടിയെ കുഞ്ഞാപ്പാടെ മടിയിൽ വെച്ച് കൊഞ്ചിക്കണ്ട്. മാഷാല്ല, എനിക്ക് കുട്ടിയെ എടുക്കാൻ പറ്റി. മാഷാല്ല. ഹന്ന പ്രസവിച്ച് പോയിട്ട് പിന്നെ വരുന്ന പരിപാടിയാണിത്. മരക്കരാപ്പാനി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ആപ്പ പുറംതിരിഞ്ഞ് നിൽക്കണം. ആപ്പാക്കൊന്നും വീഡിയോ തന്നെ ഇഷ്ടമല്ല, ഫോട്ടോയിലും കൂടി നിൽക്കാത്ത ആളാണ് ആപ്പ. അഷറഫ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. അഷറഫും മോളും വൈകി വന്നാണ്, പക്ഷേ ആദ്യം പോണത് അവരാണ് കേട്ടോ. എന്തായാലും ശരി, ഓരോരുത്തരും ഇങ്ങനെ യാത്ര പറഞ്ഞു പോണു. ഇനിയിപ്പോൾ എനിക്കും പോകണ്ടേ. ഇതാ സെലിനാത്ത, മുന്തസ് ഇവരൊക്കെ പോവുകയാണ് യാത്ര പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീണ്ടും ചായയുടെ അവിടെ തന്നെ എത്തി. ഇനി ഇതിൽ ബാക്കിയുണ്ട്. അമ്രാക്കുവിൻ്റെ കുട്ടിയാണ് കേട്ടോ. പേളിമാണിയുടെ മുടിയല്ലേ ഈ കുട്ടിക്ക്. ഒരു ആംഗ്ലോ ഇന്ത്യൻ്റെ കുട്ടികളെ പോലെ അല്ലേ. മാഷാല്ല, കുട്ടീസാണ്. പിന്നെ ഇവിടെ ചായ വിതരണം കേട്ടോ. ഗ്ലാസ് പൊട്ടിയാണ്ടല്ലോ. ചിന്നെ അനില നിങ്ങളവിടെ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. ഈ കുട്ടികൾ ഇതിവിടെ എന്താ പറയുക ചായ പരിപാടി തുടങ്ങിക്കണു. എന്തായാലും ശരി, ഓരോ നിരാശയാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു 2 ടീന്ന്. സെലിമോൻ അപ്പോഴേക്കിനും ടീ കുടിക്കല്ലോ തുടങ്ങിട്ടോ. ഞാൻ വീണ്ടും ടീ കുടിച്ചപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇല്ല, കാരണം അതൊക്കെ കഴിഞ്ഞു എന്ന്. കുട്ടികളിന്നെ തല്ലാന്നത് ഭാഗ്യം. ഇനിയിപ്പോൾ ഞാൻ യാത്ര പറയാൻ അകത്തേക്ക് പോയി. കുഞ്ഞാമ്മനെ കാണണ്ടേ. ഇവിടെ ഒന്നും കുഞ്ഞാമല്ല. കുഞ്ഞാമത് എവിടെ പോയി? കുഞ്ഞാമ്മ കണ്ടോ, ഈ പട്ടുസാരി വീണ്ടും എൻ്റെ മുന്നിലെത്തി. കുഞ്ഞാമ്മ ഇനിയിപ്പോൾ ശേലാനെ പറഞ്ഞാഴ്ച എവിടെയെങ്കിലും കരയാടോ. കുഞ്ഞാമ്മനെ സത്യമായിട്ട് കുഞ്ഞാമ്മനെ കാണാമല്ലോ കേട്ടോ. ഞാനിത് മൊത്തം തിരയുണ്ട്. കുഞ്ഞാമ്മ വിളിക്കണ്ടേ. എവിടെ കുഞ്ഞാമ്മനെ കാണാല്. നസീം താത്ത എന്തിനാണ് തിരയണത്? ഞാൻ കുഞ്ഞാമ്മയുടെ യാത്ര പറയാനാണ് തിരയണത്. ഇവളിത് എന്താ തിരയണത്? ഐ ഡോണ്ട് നോ. എന്തായാലും ശരി, മുന്നേ ചീത്ത അറിയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. എൻ്റെ ക്യാമറ, എൻ്റെ ഫോണ്, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ശരി, മൂൻ്റെ ബാക്കി ചീത്ത കേൾക്കണില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടി ഈ കാക്കമാരൊക്കെ നിരന്ന് നിൽക്കേണ്ട ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞു, ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് എടുത്താൽ എൻ്റെ യൂട്യൂബ് കയറുന്നു നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.